കേരളത്തിൻ്റെ റെയിൽവേ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ എത്തുകയാണ്. വേഗതയും ആഡംബരവും ഒത്തുചേരുന്ന വന്ദേ ഭാരത് ചെയർ കാറുകൾ ഇതിനോടകം തന്നെ മലയാളി യാത്രക്കാരുടെ പ്രിയപ്പെട്ട യാത്രാ ഉപാധിയായി മാറിക്കഴിഞ്ഞു. ഈ വിജയത്തിന് പിന്നാലെയാണ് ദീർഘദൂര യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാകുന്ന സ്ലീപ്പർ പതിപ്പുകൾ കൂടി എത്തുന്നത്. രാജ്യത്തുടനീളം ഈ വർഷം പുറത്തിറങ്ങുന്ന ആദ്യ 12 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ 2 എണ്ണം കേരളത്തിന് ലഭിക്കുമെന്ന വാർത്ത ഏറെ പ്രതീക്ഷയോടെയാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. റെയിൽവേയുടെ ഈ വിപ്ലവകരമായ മാറ്റം കേരളത്തിൻ്റെ യാത്രാ സംസ്കാരത്തെ എങ്ങനെ മാറ്റിയെഴുതും എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റിയ വന്ദേ ഭാരത് മിഷൻ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പകൽ സമയത്തെ യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്ത ചെയർ കാറുകളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രികാലങ്ങളിൽ സുഖകരമായ ഉറക്കവും വേഗതയേറിയ യാത്രയും ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്ലീപ്പർ ട്രെയിനുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ ചെന്നൈയിലേക്കും ബാംഗ്ലൂരുവിലേക്കും ജോലി ആവശ്യങ്ങൾക്കായും മറ്റും പോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഇത് വലിയൊരു അനുഗ്രഹമായി മാറും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ട് കണക്കിലെടുത്താണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് മുൻഗണന നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. തിരുവനന്തപുരം ചെന്നൈ, തിരുവനന്തപുരം ബംഗളൂരു എന്നീ 2 സുപ്രധാന റൂട്ടുകളാണ് ഇപ്പോൾ സ്ലീപ്പർ ട്രെയിനുകൾക്കായി പരിഗണിക്കുന്നത്. വൈകുന്നേരം പുറപ്പെട്ട് അടുത്ത ദിവസം പുലർച്ചെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ സമയക്രമം വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ റൂട്ടുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വന്ദേ ഭാരത് സ്ലീപ്പറിന് സാധിക്കും. ആകെ 16 കോച്ചുകളുള്ള ഈ ട്രെയിനിൽ അത്യാധുനിക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 11 തേർഡ് AC കോച്ചുകളും 4 സെക്കൻഡ് AC കോച്ചുകളും ഒരു ഫസ്റ്റ് AC കോച്ചും അടങ്ങുന്ന ട്രെയിനിൽ ആകെ 823 ബെർത്തുകളുണ്ടാകും. സാധാരണ ട്രെയിനുകളേക്കാൾ മികച്ച സുരക്ഷയും യാത്രക്കാർക്ക് ആവശ്യമായ മറ്റ് സൗകര്യങ്ങളും ഇവിടെ ഉറപ്പാക്കുന്നുണ്ട്. സാങ്കേതികമായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ലോകോത്തര നിലവാരത്തിലുള്ളവയാണ്. ഉയർന്ന വേഗത കൈവരിക്കുമ്പോഴും വലിയ കുലുക്കമില്ലാത്ത സുരക്ഷിതമായ യാത്രയാണ് ഇവ വാഗ്ദാനം ചെയ്യുന്നത്. ഓരോ കോച്ചിലും മികച്ച ചവിട്ടുപടികൾ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ചാർജിംഗ് പോയിന്റുകൾ, മികച്ച ലൈറ്റിംഗ് സംവിധാനം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ റെയിൽവേയുടെ തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് വലിയൊരു പ്രത്യേകതയാണ്. ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനും സുരക്ഷിതമായ അകലം പാലിക്കാനും ഈ സംവിധാനം സഹായിക്കും. ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ഹൗറ ഗുവാഹത്തി റൂട്ടിൽ സർവീസ് തുടങ്ങാനിരിക്കെ തൊട്ട് പിന്നാലെ തന്നെ കേരളത്തിലേക്കും ഈ സേവനം എത്തും. യാത്രാ നിരക്കിൻ്റെ കാര്യത്തിലും പ്രാഥമികമായ ചില സൂചനകൾ റെയിൽവേ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. തേർഡ് AC യാത്രകൾക്ക് ഭക്ഷണം ഉൾപ്പെടെ ഏകദേശം 2300 രൂപയും സെക്കൻഡ് ACക്ക് 3000 രൂപയും ഫസ്റ്റ് ACക്ക് 3600 രൂപയുമായിരിക്കും നിരക്ക് എന്നാണ് സൂചന. പ്രീമിയം സൗകര്യങ്ങൾ ആഗ്രഹിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ തുക വലിയൊരു ബാധ്യതയാകില്ല. പകൽ മുഴുവൻ ജോലി കഴിഞ്ഞ് രാത്രി കയറി സുഖമായി ഉറങ്ങി അടുത്ത ദിവസം പുലർച്ചെ ലക്ഷ്യസ്ഥാനത്ത് എത്താം എന്നത് ബിസിനസ് യാത്രക്കാർക്കും പ്രൊഫഷണലുകൾക്കും വലിയ സൗകര്യമാകും. വിമാനയാത്രയ്ക്ക് സമാനമായ അനുഭവം ട്രെയിൻ യാത്രയിൽ നൽകുക എന്നതാണ് റെയിൽവേ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ അമൃത് ഭാരത് ട്രെയിനുകൾക്കും വലിയ പങ്കുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പറിനൊപ്പം തന്നെ ഒരു അമൃത് ഭാരത് ട്രെയിനും കേരളത്തിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എറണാകുളത്ത് നിന്ന് ബീഹാറിലെ ജോഗ്ബനിയിലേക്കാണ് ഈ ട്രെയിൻ സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും അതിഥി തൊഴിലാളികളെ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസും ജനറൽ സെക്കൻഡ് ക്ലാസും മാത്രമാണ് ഉണ്ടാവുക. വന്ദേ ഭാരതിൻ്റെ അതേ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇരുവശത്തും എഞ്ചിനുകൾ ഘടിപ്പിച്ച പുഷ് പുൾ സംവിധാനത്തിലാണ് ഈ ട്രെയിനും ഉള്ളത്. ഇത് ട്രെയിനിന് പെട്ടെന്ന് വേഗത കൈവരിക്കാൻ സഹായിക്കും. സാധാരണക്കാർക്കും കുറഞ്ഞ ചെലവിൽ വേഗതയേറിയ യാത്ര ഉറപ്പാക്കാൻ അമൃത് ഭാരത് ട്രെയിനുകൾക്ക് സാധിക്കും. റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലും അതുപോലെ നിർണായകമായ ചുവടുവെപ്പുകൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. തിരുവനന്തപുരത്തെ നേമം റെയിൽവേ ടെർമിനലിൻ്റെ 2ാം ഘട്ട വികസനത്തിനായുള്ള സമ്മർദ്ദം ശക്തമാണ്. ടെർമിനൽ വികസിപ്പിക്കുന്നത് കൂടുതൽ ട്രെയിനുകൾക്ക് സൗകര്യമൊരുക്കാനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് കുറയ്ക്കാനും സഹായിക്കും. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൂടി എത്തുന്നതോടെ നേമം ടെർമിനൽ പോലെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ അനിവാര്യമായി മാറുകയാണ്. റെയിൽവേയുടെ ഈ മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിൽ വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരിക. യാത്രക്കാരുടെ സൗകര്യത്തിന് പുറമെ കേരളത്തിലെ ടൂറിസം മേഖലയ്ക്കും ഈ പുതിയ ട്രെയിനുകൾ കരുത്തു പകരും. ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ ഒരു മികച്ച തെരഞ്ഞെടുപ്പായിരിക്കും.
തിരുവനന്തപുരം മംഗളൂരു പാതയിലും വന്ദേ ഭാരത് സ്ലീപ്പർ ഓടിക്കാനുള്ള സാധ്യതകൾ റെയിൽവേ പരിഗണിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് സംസ്ഥാനത്തെ സാമ്പത്തിക വികസനത്തിനും വഴിയൊരുക്കും. ചുരുക്കത്തിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ വരവ് കേരളത്തിൻ്റെ ദീർഘദൂര യാത്രകളിൽ പുതിയൊരു സംസ്കാരത്തിന് തുടക്കമിടുകയാണ്. ഈ ട്രെയിനുകൾ ട്രാക്കിലിറങ്ങുന്നതോടെ കേരളത്തിൻ്റെ റെയിൽവേ ഭൂപടം ആഗോള നിലവാരത്തിലേക്ക് ഉയരുമെന്ന് ഉറപ്പാണ്. ഈ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ കേരളം ഒരുങ്ങിക്കഴിഞ്ഞു. ടിക്കറ്റ് ബുക്കിംഗ് മുതൽ സ്റ്റേഷനിലെ സൗകര്യങ്ങൾ വരെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതോടെ റെയിൽവേ യാത്ര വെറുമൊരു യാത്രയല്ല, അതൊരു അനുഭവമായി മാറുകയാണ്. ആദ്യ 12 ട്രെയിനുകളിൽ 2 എണ്ണം തന്നെ കേരളത്തിന് ലഭിക്കുന്നു എന്നത് സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രം ഗൗരവമായി കാണുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. അതിവേഗ റെയിൽവേ എന്ന മലയാളി സ്വപ്നങ്ങളിലേക്കുള്ള സുപ്രധാനമായ ഒരു ചവിട്ടുപടിയായി വന്ദേ ഭാരത് സ്ലീപ്പറിനെ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.